നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 807 807. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 807 പരമാർത്ഥ നിരൂപണം ഭാഗം 1. വളരെ അന്തസ് ഉറ്റ അറ്റ് സ്പീക്ക് അന്തസ് പരമാത്മ നിരൂപണം, നിരൂപിക്കുക. ഹൗ ടു മേക്ക് അണ്ടർസ്റ്റാൻഡ്, നിരൂപിക്കുക ലോജിക്കലായിട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആസ് യൂഷ്വൽ കഴിഞ്ഞ എപ്പിസോഡിൽ 64 സർഗം, അതായത് ഭഗവാന്റെ ഉപാസനാകാന്ഡത്തിൽ 64 സർഗത്തിൽ 33 ശ്ലോകമുള്ളത്. അപ്പോൾ 33ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു അത്? നിർവ്യാജ ഭാവത്തോട് ദേവകാര്യം നടത്തുവോൻ, മനുഷ്യനായിട്ടും ദേവന്മാരുടെ കാര്യം നടത്തുവോൻ, പ്രേരണ നൽകിയിടുന്നോൻ. പ്രേരണ തരുന്നത് ആരാ? ഉള്ളിലുള്ള ജഗദീശ്വരനാ. പ്രേരണ നൽകിയിടുന്നോൻ, കൊണ്ടാടുവോൻ എന്നിവർ തക്കവണ്ണം മേന്മേൽ അണഞ്ഞിടും അനന്തപുണ്യം. അനന്തപുണ്യം എന്നാണ്, മനസ്സിലായില്ലേ? ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശിനേ ഉപാസനാകാണ്ഡേ ചതുഷ്ഷഷ്ടിതമസർഗഃ എന്നാണല്ലോ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇനി നമ്മൾക്ക് പരമാർത്ഥ നിരൂപണത്തിലേക്ക് കിടക്കുക. 1ാമത്തെ ശ്ലോകം. ആവിധം ഭഗവത് പ്രേമം അകതാരിൽ ഉദിക്കുവാൻ. എടുത്താൽ പൊന്താത്തൊരു ശ്ലോക. ആവിധം ഭഗവത് പ്രേമം അകതാരിൽ ഉദിക്കുവാൻ എന്ത് ചെയ്യണം? അവരവർ കണഞ്ഞ് പരിശ്രമിക്കണം. വേദം ചിലത് വന്നിച്ചോൻ നിന്നിച്ചോ തന്നെ ചൊൽകിലും. വേദം ചിലത് വന്നിച്ചുകൊണ്ടോ നിന്നിച്ചോ നിന്നിച്ചോ തന്നെ ചൊൽകിലും. നമ്മൾ കുറ്റം പറയാൻ പാടില്ല. പറഞ്ഞേ, നല്ലോരിൽ നിന്നു പലതിൻ ഗുണദോഷങ്ങൾ കേൾക്കിലും. നല്ലോരിൽ നിന്ന് പലതിൻ ഗുണദോഷങ്ങൾ കേൾക്കിലും. രാഗദ്വേഷങ്ങളവയിൽ തെല്ലും തോന്നരുത് ഉദ്ധവ. എന്താണ് ഇതിൻ്റെ ഒരു ഘടന, വൈഭവം? ഇതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ അലിഞ്ഞില്ലാതെ ഉണ്ടാവും നമ്മൾ. ആവിധം ഭഗവത് പ്രേമം അകതാരിലുദിക്കുവാൻ വേദം ചിലതു വന്നിച്ചോ നിന്നിച്ചോ തന്നെ ചൊൽകിലും. നല്ലോരിൽ നിന്നു പലതിൻ ഗുണദോഷങ്ങൾ കേൾക്കിലും. രാഗദ്വേഷങ്ങളവയിൽ തെല്ലും തോന്നരുത് ഉദ്ധവ. അടുത്ത ശ്ലോകം. ഭക്തന് ഭഗവത് ഭാവം തന്നെ തോന്നേണം ഏതിലും. എന്തിലും ഏതിലും ഭഗവത് ഭാവം തോന്നണം എന്നാ. ആത്മാലാഭം ഇതേ ജന്മം ആഗ്രഹിക്കും ഉപാസകൻ. നമ്മൾ ആരാ? ഉപാസകന്മാർ. ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരിക്കുക, ഉപവസിക്കുക. അടുത്തിരുന്ന് ഭഗവാന്റെ ഏറ്റവും അടുത്ത് നമ്മളാണ്. എത്ര വലിയ ക്യൂ ആണെങ്കിലും ഏറ്റവും പിന്നിൽ നിൽക്കുന്നതിൻ്റെ ഉള്ളിലും ചൈതന്യം നമ്മുടെ അടുത്താണ്. അപ്പോൾ ആ ദൂരം തോന്നണത് ഭക്തിയോടുള്ള അകൽച്ചയാണ്. ഞാൻ വളരെ പിന്നിലാണ് എന്നുള്ള തോന്നലുണ്ടാവരുത്. ഞാൻ ഭഗവാന്റെ അടുത്താണ് എന്നുള്ളൊരു തോന്നലുണ്ടായാൽ മൈ ഡിയർ ഹരിദാസ്, കാര്യം വളരെ സിമ്പിളായി. ഞാൻ കുറേ കാലം ഇവൻ്റെ പേരെടുത്തിട്ട്, പക്ഷെ ഞാൻ ഹരിദാസനാണ് എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ?
അപ്പോൾ ആ ഹരിദാസൻ ഇത്ര അടുത്താണ് അല്ലേ? ആലോചിച്ച് നോക്കൂ. വാട്ട് എ കമ്മ്യൂണിക്കേറ്റീവ് ജെസ്റ്റർ ബൈ ലോർഡ് വ്യാസ. വ്യാസരെ സദാസമയത്തും നമിക്കേ നിവൃത്തിയുള്ളൂ. ഭക്തനു ഭഗവൽ ഭാവം തന്നെ തോന്നേണം ഏതിലും, ആത്മലാഭം ഇതേ ജന്മം ആഗ്രഹിക്കും ഉപാസകൻ. പരസ്വഭാവ കർമ്മങ്ങൾ എന്തായാലും ഒരിക്കലും, പരസ്വഭാവ കർമ്മങ്ങൾ മറ്റുള്ളവരുടെ സ്വഭാവമോ കർമ്മങ്ങളോ നമ്മൾ നോക്കണ്ട. നമ്മൾ നമ്മുടെ സ്വഭാവം നന്നാക്കി വയ്ക്കുക, നമ്മുടെ ഭാവം നന്നാക്കി വയ്ക്കുക. പരസ്വഭാവ കർമ്മങ്ങൾ എന്തായാലും ഒരിക്കലും നിന്ദിക്കുകയോ വാഴ്ത്തുകയോ ചെയ്തു പോകരുതൽപ്പവും. ഈ ഒരു ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നന്നായി എന്നും പറയണ്ട, മോശമായി എന്നും പറയണ്ട. അതിന് സാക്ഷിയായിട്ട് എന്താ മിണ്ടാണ്ടിരിക്കണത്? അല്ല, എനിക്കിതിനെപ്പറ്റി അഭിപ്രായം പറയാൻ അറിയില്ല, അതുകൊണ്ടാണെന്ന് പറയണം. എനിക്കറിയും മോശമായി എന്ന് പറയണ്ട, നന്നാവാണ്ട നന്നായി എന്നും പറയണ്ട. അങ്ങനെയാണല്ലോ മുക്കാലും ആൾക്കാർ ചെയ്യണത്. ഇപ്പം ഞാൻ എവിടെയൊക്കെ പോയോ പലരും പറയും ഗംഭീരമായി. എനിക്കെന്നെ ചാരിതാർത്ഥ്യം ഉണ്ടാവില്ല. ഞാനിങ്ങനെ വായ തോരാതെ കണ്ട് സംസാരിക്കുന്ന ഒരാൾക്ക് 3/4 മണിക്കൂർ 1 മണിക്കൂർ പ്രഭാഷണം ചെയ്ത് എന്താ ഉണ്ടാവുക? ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇപ്പോൾ 3200 നിന്ന് 3500 ആയിട്ടും എനിക്ക് സംതൃപ്തിയില്ല. എനിക്കിപ്പോൾ ശ്രീകൃഷ്ണ കഥാമൃതം കഴിയണമല്ലോ എന്നാണ് പേടി, ഭയം. എന്താ ഞാൻ ഇനി ചെയ്യുക? എനിക്ക് ചെയ്യാണ്ട് മല പോലെ കിടക്കുകയാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്ദിക്കയോ വാഴ്ത്തുകയോ ചെയ്തു പോകരുതൽപ്പവും, വിശ്വാത്മാവായ ഞാൻ തന്നെയല്ലീ. ഭഗവാൻ പറയാ ഉദ്ധവരോട്, വിശ്വത്തിൻ്റെ ആത്മാവായ ഞാൻ തന്നെയല്ലീ മിന്നുവതേതിലും. ദുഷ്ടതയിലും നന്മയിലും ഞാനല്ലേ ഉദ്ധവ? ഞാനില്ലാതെ കൊണ്ട് ദുഷ്ടതയുണ്ടോ? ഞാനില്ലാണ്ട് നന്മയുണ്ടോ? ശരിയല്ലേ? രാവണനാണെങ്കിലും കംസനാണെങ്കിലും ശിശുപാലനാണെങ്കിലും ദന്തഭക്തനാണെങ്കിലും ഒരു ഭാഗത്ത്, ഇങ്ങേ ഭാഗത്ത് ഉദ്ധവരായിക്കോട്ടെ, അക്രൂരനായിക്കോട്ടെ, നാരദരായിക്കോട്ടെ, വ്യാസരായിക്കോട്ടെ, ശുഗമുനി ആയിക്കോട്ടെ, പരീക്ഷത്തായിക്കോട്ടെ, എല്ലാവരിലും ഞാനല്ലേ. പിന്നെ എന്തിനാ ഈ ഭാവവ്യത്യാസം? എന്തിനാ നെറ്റി ചുളിക്കണത്? ആരാ അടുത്തിരിക്കണത്? മിത്രോ ശത്രുവോ? രണ്ടിലും ഞാനില്ലേ? ഇടത് വലത്തെ മിത്രം, വലത് വലത്തെ ശത്രു, രണ്ടിലും ഞാനില്ലേ? അപ്പോൾ ഞാൻ ഒരുങ്ങിയിരിക്കണമെന്ന് വിചാരിച്ചാൽ പോരെ എന്നൊക്കെ മനസ്സിലങ്ങോട്ട് വിചാരിച്ചാൽ പോരെ? അപ്പോൾ പിന്നെ പറഞ്ഞു, പരസ്വഭാവ കർമ്മങ്ങൾ എന്തായാലും ഒരിക്കലും നിന്ദിക്കയോ വാഴ്ത്തുകയോ ചെയ്തു പോകരുതൽപ്പവും, വിശ്വാത്മാവായ ഞാൻ തന്നെയല്ലീ മിന്നുവതേതിലും. കർത്താവും കർമ്മവും രണ്ടും ഒന്നാം വാസ്തവമോർക്കുകിൽ.